ഹായ് ഫ്രണ്ട്സ്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ 2021 ഫിഫ്ത്ത് പാർട്ട് കേട്ടോ, 5ാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നടന്നത് ഇനി നമുക്ക് 41 മുതൽ 50 വരെ ഉള്ളത്. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം, ഇത്രത്തോളം റിപ്പീറ്റഡായി ചോദിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ. 41ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്നും പറയുന്നില്ല. 42 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മോസില്ല ഫയർഫോക്സ് പ്രീവിയസ് ആണ്, ഇത് പ്രീവിയസ് ആണ്. ആൻസർ ഞാൻ പറയുന്നില്ല, ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. വോളറ്റൈൽ മെമ്മറി പ്രീവിയസ് ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗമല്ലാത്തത്, ഇത് ആ ടൈമിൽ കേട്ടോ. ഈ ഒരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്തത് 2021 ഈ ഒരു രീതിയിലൊക്കെ വിവരാവകാശ കമ്മീഷനൊക്കെ പറ്റിയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് റിപ്പീറ്റഡ് അല്ല, ഇപ്പോൾ അതിനുശേഷം ഒത്തിരി പ്രാവശ്യം എന്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. 47 എന്താണ് ആ ടൈമിലുള്ള നല്ലൊരു ക്വസ്റ്റ്യനാണ്. 48 കമ്മീഷൻ്റെ കാലാവധി ചോദിച്ചിട്ടുണ്ട്, മുമ്പ് ചോദിക്കാറുണ്ട്. 49 അത്രത്തോളം ചോദിച്ചുകൊണ്ടില്ല. 50 എന്താണ് ഇത് കണ്ടില്ല. അപ്പോൾ ഏകദേശം 40 മുതൽ എടുക്കുവാണെങ്കിൽ 2021 ഒരു പുതിയ പാറ്റേണിലാണ് നമുക്ക് കാണാൻ പറയുന്നത്. 41 മുതൽ എടുക്കുവാണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രമേ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളൂ. മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഏകദേശം ഒരു നല്ല ലോ ആക്ട് ഒക്കെ വന്നിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ, 2020 എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താൽ 2020 നമുക്കിനി വേണ്ട. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് ആ ടൈമിലുള്ള ആ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് നോക്കോട്ടോ. ഞാനതുകൊണ്ട് അത് പറയുന്നില്ല ആരാന്നുള്ളത്. ഇനി സംസ്ഥാന സർക്കാർ എന്താ എഴുത്തച്ഛൻ പുരസ്കാരം, എത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത്? 5 ലക്ഷം കേട്ടോ, ഓർത്ത് വെക്കണേ, 5 ലക്ഷം. സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഇത്, എഴുത്തച്ഛൻ പുരസ്കാരം കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നൽകുന്നത് ആരാന്നുള്ളത് എഴുത്തച്ഛൻ കമ്മിറ്റി, സംസ്കാര കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ തരും. അതിലൊന്നും വീണു പോയത് സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. ഇനി ആദ്യത്തെ 1993 ഫസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയത്. 93 ആദ്യത്തെ പുരസ്കാരം കിട്ടിയത് ആർക്കാൻ? ശൂരനാട് കുഞ്ഞമ്പിള്ളക്കാണ്. ശൂരനാട് കുഞ്ഞമ്പിള്ള, ഇത് ചോദിക്കാറുണ്ട്, ഓർത്ത് വെച്ചു. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, മാനിൻ്റെ പൂർണ്ണരൂപം. മാൻ എന്ന് വെച്ചാൽ എന്താ? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് മാൻ. ആ ഗണത്തിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് IT പഠിക്കാനുള്ളത് കുറച്ച് അബ്രിവേഷൻസ് ഉണ്ട് ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ. മാൻ, ലാൻ, വാൻ ഒക്കെ ആ രീതിയിൽ വരുന്നത്. എന്താ ലാൻ എന്ന് പറയുന്നത്? ലാനാണ് ഏറ്റവും നമ്മൾ ഫസ്റ്റ് പഠിക്കുക. ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലാൻ. അതായത് ചെറിയ പ്രദേശങ്ങളിലുള്ള സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ കണക്ടിവിറ്റി. ഇപ്പോൾ ഒരു ലാബിൽ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ലാൻ ആയിരിക്കും. മറ്റേ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടിവിറ്റി എന്തായിരിക്കും? ലാൻ ആയിരിക്കും. ലോക്കൽ ഏരിയ ആ പേരിൽ തന്നെ ഉണ്ട്. ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ. അതായത് നഗരങ്ങളിൽ മെട്രോപൊളിറ്റൻ ഏകദേശം അത് കിട്ടും. നഗരത്തിലെ വലിയ കുറച്ച് ഇപ്പോൾ കേബിൾ നെറ്റ്വർക്ക് ഒരു നഗരത്തിലുണ്ടാവുന്നതാണ്. അതൊക്കെ മാനിന് ഉദാഹരണമാണ്. അത് കഴിഞ്ഞിട്ട് ലോകത്തൊട്ടാകെ വിശാലമായിട്ട് പന്തലിച്ച് കിടക്കുന്നതാണ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ. ഏറ്റവും വലിയ വാനാണ് ഇത്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഓക്കെ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഫുൾ ഫോം പഠിച്ചു നോക്കണേ. 43 എന്താ ക്വസ്റ്റ്യൻ? മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണമാണ്? മോസില്ല ഫയർഫോക്സ് ഒക്കെ ഉപയോഗിക്കാറില്ല നിങ്ങൾ? ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരെ, അത് ബ്രൗസറാണ് അല്ലേ, നമുക്ക് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മോസില്ല ഫയർഫോക്സ്. കുറച്ച് ഉദാഹരണങ്ങളുണ്ട് ഇടയ്ക്ക് ചോദിക്കുന്നത്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേര, ഗൂഗിൾ ക്രോം, ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് വരുന്ന ഗൂഗിൾ ക്രോം, സഫാരി, ഇത് മാക്കിൻ്റെ ആണ്, ആപ്പിളിൻ്റെ അല്ലെങ്കിൽ മാക് OS-ൻ്റെ ആണ് സഫാരി, എപ്പിക്, നെറ്റ്സ്കേപ്പ്. ഓക്കെ, ഓർത്ത് നോക്കണേ. കാരണം ഇത് വെബ് ബ്രൗസറാണ്. അടുത്ത ചിലപ്പോൾ അവർ വെബ് ബ്രൗസർ, അടുത്ത സെർച്ച് എഞ്ചിൻ ചോദിക്കാം, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് എപ്പിക്കാണ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം, ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായിട്ട് ISRO തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ABCD ഏതാ വരിക? IRNSS കേട്ടോ, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇപ്പോൾ അതിൻ്റെ പേര് അതല്ല. ഇപ്പോഴത്തെ പേരെന്താ? ഇപ്പോഴത്തെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ പേര് നാവിക് കേട്ടോ. നാവിക് എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ പേര്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ഓക്കെ, നാവിക്. അതായത് ഇന്ത്യയുടെ GPS ആണ് ഈ സാധനം, ഇന്ത്യൻ GPS കൊണ്ടുവന്ന ആരാ? GPS വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്കയാണ്, മറന്നുകൊണ്ട GPS. അപ്പോൾ GPS ബദലായിട്ട് ഇന്ത്യ കൊണ്ടുവരുന്നതാണ് ഇത്, ഈ IRNSS അല്ലെങ്കിൽ നാവിക് എന്ന് പറയുന്ന
സിസ്റ്റം. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? വോളറ്റൈൽ എന്നുള്ള ഇംഗ്ലീഷ് മീനിങ് എന്താ? വോളറ്റൈൽ എന്ന് വെച്ചാൽ കത്തുന്നത് വെച്ചാൽ എന്താണ്? നശിച്ചു പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ മെമ്മറിയിലുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ആ ടൈപ്പ് മെമ്മറി ഏതാ ഇതിൽ വരുന്ന? റാമിലെ മെമ്മറി ഒന്നും എന്ത് ചെയ്യില്ല. റാമിൽ താൽക്കാലിക മെമ്മറിയാണ്, റാൻഡം ആക്സസ് ആണ്. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം. താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. റോം എന്ന് പറയുന്നത് എന്താണ്? റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ റോമിലും ഫ്ലാഷ് ഡ്രൈവ് പെൻ ഡ്രൈവ് ഒക്കെ ഫ്ലാഷ് ഡ്രൈവിൽ വരുന്നു. അതേപോലെ ഡിസ്ക്, ഇതിലൊക്കെ പെർമനൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൂക്ഷിച്ചു വെക്കുന്നത്. അതായത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, അതിൻ്റെ ഒന്നും മെമ്മറി നഷ്ടപ്പെടില്ല, അതിൻ്റെ ഒന്നും സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ നഷ്ടപ്പെടില്ല. അതാണ് നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താൽ ഇൻഫർമേഷൻ നഷ്ടമാകാത്ത മെമ്മറിയാണ് ഇത് നോൺ വോളറ്റൈൽ. സ്ഥിരമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ആ റോമിലൊക്കെ പറ്റും. റോം തന്നെ കുറേ രീതിയിലുണ്ട്, കുറേ ടൈപ്പ് ഉണ്ട്. അതൊക്കെയാണ് PROM, ഓക്കെ, പ്രോഗ്രാമുകൾ, ഇലക്ട്രിക്കലി പ്രോഗ്രാമുകൾ, ഇറൈസബിൾ, ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി എണ്ണമുണ്ട്. ഈ റോമിൽ ഇതിൽ ഇപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേര് അത് ഫേം വെയർ ആണ് കേട്ടോ. ഫേം വെയർ എന്നാണ് എന്ത് ചെയ്യുക? റോമിൽ സൂക്ഷിച്ച പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേര്. 46ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മുഖ്യ വിവരാവകാശ കമ്മീഷനെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ അംഗമല്ലാത്തത്. ബാക്കി 3 പേരും അംഗങ്ങളാണ്. പ്രധാനമന്ത്രി അംഗമാണ്, ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി ഉണ്ട്. ഒരു കമ്മിറ്റിയിൽ പെടുന്നവരാണിത്: പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പിന്നെന്താ, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ. ഇവർ 3 പേരാണ് എന്ത് ചെയ്യുക? കമ്മിറ്റിയിൽ വരുന്നത്. ഓക്കെ, ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ വ്യക്തിയും ആദ്യത്തെ വനിതയെ ചോദിക്കാറുണ്ട്. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന ആരാ? വജഹത്ത് അബീബുദ. ആദ്യത്തെ വനിത ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദീപക് സന്ധു ആണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള വനിത. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്ന ആരാ? പ്രസിഡൻ്റാണ്. ഇത് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ്. ഇതിലാണ് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രിയൊക്കെ വരുന്നത്. ഇത് നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ, 47 എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നത് 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർ അതിൻ്റെ ചുമതലയല്ലാത്തത് ഏത്? ഇതിൻ്റെ ആൻസർ തന്നെ ആദ്യത്തെ ഇത് വായിക്കുമ്പോൾ തന്നെ എത്തും. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOകളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നൊന്നും പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ല കേട്ടോ. ഇതാണ് ആൻസർ. ബാക്കി BCD പഠിച്ചു വെക്കണം. പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞുതരാം. പ്രൊട്ടക്ഷൻ ഓഫീസർ ആരാന്നുള്ളത്. അതായത് ഇപ്പോൾ ഗാർഹിക നിയമപ്രകാരമില്ല, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 വരുന്നത്. ഓക്കെ, 2005. അപ്പോൾ ഏതെങ്കിലും വീടുകളിൽ താമസിക്കുന്ന ഇപ്പം ലേഡീസ്, വുമൺസിന് എന്താണ് ഫിസിക്കൽ അബ്യൂസ്, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ വരും. ഇതിൽ 2 ഓഫീസേഴ്സ് ആണല്ലോ. ഒന്ന് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സും സർവീസ് പ്രൊവൈഡേഴ്സും. പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് വെച്ചാൽ എന്താണ്? ഹാവ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു ഹെൽപ്പ് ദ അഗ്രീവ്ഡ് വുമൺ ഇൻ ഫയലിംഗ് ദ കേസ്. അതായത് കേസ് ഫയൽ ചെയ്യാൻ ആ ഒരു സ്ത്രീകളെ സഹായിക്കുന്ന ഓഫീസേഴ്സാണ്. അപ്പോയിൻറ്റ്മെൻറ്റ് ബൈ ദ ഗവൺമെൻറ് ആണ് കേട്ടോ. ഗവൺമെൻറ് നിയമിക്കുന്ന ഓഫീസേഴ്സാണ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ്. അവർ മജിസ്ട്രേറ്റിൻ്റെ കോടതികളിൽ അവിടെയൊക്കെ എന്ത് ചെയ്യും? അവരെ സഹായിക്കും. ഫുൾ വായിച്ചൊക്കെ വേണം. അതൊരു ഫുൾ വായിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി സർവീസ് പ്രൊവൈഡ് എന്ന് പറയുന്നത് എന്താണ്? അത് NGO ഇല്ലേ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, NGO. ആ NGOയിലുള്ള മെമ്പേഴ്സാക്കി സർവീസ് പ്രൊവൈഡേഴ്സ്. അത് ഇവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വിക്ടിമിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യങ്ങളോട് ഓർത്തോട്ടോ. അപ്പോൾ ഈ ഓപ്ഷൻ BCD ഓർത്ത് വെക്കണേ. BCD എന്നുള്ളത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകളിൽ വരുന്നതാണ്. ഇത് BCD, അത് മറന്നുകൊണ്ട. പ്രൊട്ടക്ഷൻ ഓഫീസർ അതായത് സങ്കടപ്പെട്ട വ്യക്തി എന്ന് വെച്ചാൽ ഈ അബ്യൂസിന് വിധേയമായ വ്യക്തിക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുന്നുണ്ട് ഇവർ, പ്രൊട്ടക്ഷൻ ഓഫീസർ. അതുപോലെ മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ സഹായിക്കുന്നുണ്ട്. ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ടും തയ്യാറാക്കുന്നുണ്ട്. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളൊന്നും ഇവരെ ഏകോപിപ്പിക്കുന്നില്ല. അതൊക്കെ വലിയ എന്താണ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവർ ലോക്കൽ അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ശരിക്കും. ഇനി അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യൻ. 48 പ്രശ്നമുണ്ട്. 48ൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിലീഷനാണ്. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി മാറ്റിയിട്ടുണ്ട്. കാരണം 2019 ഭേദഗതി പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് പൂർത്തിയാക്കലാണ്. ഇതിലതില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിലീഷന് പോയത്.
ഓക്കെ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അത് കമ്മീഷൻ നിലവിൽ വന്ന ആ ഒരു ഇയർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ആ വർഷം കിട്ടും. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഒക്ടോബർ 12 നിലവിൽ വന്നതെന്ന് ഓർത്ത് വെച്ചാൽ ഈ 3 കാലാവധി, 3 വർഷം. ഓക്കെ, 1993 എന്ന വർഷത്തിൻ്റെ ലാസ്റ്റിലത്തെ 3 വർഷമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എന്ന് ഓർത്ത് വെച്ചാൽ മതി. 70 വയസ്സുകൂടി ഓർത്ത് വെക്കണേ. ഇനി മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഓർത്ത് വെക്കണേ. ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും, 5+1, ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ആണ് ഇതിലെ അംഗങ്ങൾ. 49ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതായ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ 2 വർഷം ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴ കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിക്കണേ. ഉപഭോക്തൃ സംരക്ഷണ നിയമമൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന ഡേറ്റ് വിത്ത് ഡേറ്റ് പഠിക്കണം. ജൂലൈ 20, 2020 ജൂലൈ 20 നിലവിൽ വന്നത്. ഇനി ഇതിൽ ഇപ്പോൾ കോടതികളുണ്ട്, ഉപഭോക്തൃ സംരക്ഷണ കോടതികൾ. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ കോടതികളിൽ ഇതിൽ കമ്മീഷനുകളുണ്ട്. കമ്മീഷന് പരാതി കൊടുക്കാൻ പറ്റുന്ന, ഇപ്പം നമുക്ക് ഇത്ര എമൗണ്ടിൻ്റെ ഇടയിലാണ് കൺസ്യൂമർക്ക് പരാതിയെങ്കിൽ ഓരോ കമ്മീഷനെയാണ് എന്ത് ചെയ്യുന്നത് സമീപിക്കേണ്ടത്. ഇപ്പോൾ 50 ലക്ഷം വരെയുള്ള പരാതികളാണെങ്കിൽ അതാത് ജില്ലാ കമ്മീഷനുകളാണ് എന്ത് ചെയ്യുന്നത് പരാതി പരിഗണിക്കുന്നത്. ഇനി 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണെങ്കിൽ സംസ്ഥാന കമ്മീഷനെ നേരിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ അധിക ജുറിസ്ഡിക്ഷൻ എന്ന് വരുന്നത് സംസ്ഥാന കമ്മീഷനാണ്. ഇനി 2 കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ ആണ് ഏത് ചെയ്യുക, സെൻട്രൽ ദേശീയ കമ്മീഷനിലേക്ക് പോവാം. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ് ആ ഒരു പരിധി, ആ എമൗണ്ടിൻ്റെ പരിധി. ഇത് ബുക്കിലുള്ള നോക്കണ്ട. SCERT ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, SCERT ബുക്കിലുള്ളതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. SCERT ബുക്കിലുള്ള മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചോണം. ഇതാണ് ഞാൻ എടുക്കുന്ന ടൈമിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യം? ഏതൊക്കെ ലക്ഷ്യങ്ങൾ? 1, പെൺകുട്ടികളുടെ നിലനിൽപ്പ് സംരക്ഷണവും. ശരിയാണ്. പെൺകുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇതുവഴി കൊടുക്കുന്നില്ല. പിന്നെ പെൺകുട്ടികൾ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നുണ്ട്. ലിംഗാധിഷ്ഠിത ഗർഭചിത്രം തടയുന്നുണ്ട്. 1, 3, 4 ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. തൊഴിലധിഷ്ഠിത പരിശീലനമൊന്നും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയിൽ വരുന്നതല്ല. 2015 വന്നത്. ഇയർ ഓർത്ത് വെച്ചോ. ഇതിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയിൽ മെയിനായിട്ട് ഓർത്ത് വെക്കുന്നത് 2015. ഓക്കെ, നരേന്ദ്രമോദി സർക്കാരാണ് എന്ത് ചെയ്യുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി കൊണ്ടുവരുന്നത്. യെസ്, ഇത്രയാണ് 50 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് മാത്സ് ആണ്. അടുത്ത മാത്സ് സെഷനാണോ, 51 മുതൽ 60 വരെ. നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഓക്കെ, ബൈ.